നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു വിഷയം ചർച്ച ചെയ്യാൻ പോവുകയാണ്. അതെ. വെസ്റ്റീജ് എന്ന കമ്പനിയിലൂടെ ഒരു സാധാരണ വ്യക്തി കൗശിക് ഗോസ്വാമി നേടിയ ഒരു അവിശ്വസനീയമായ വിജയത്തിന്റെ കഥ. നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം വളരെ സിമ്പിളാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഡയറക്റ്റ് സെല്ലിംഗിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? നമുക്ക് ആഴത്തിലൊന്ന് പരിശോധിക്കാം. തീർച്ചയായും. ഇതൊരു വ്യക്തിയുടെ മാത്രം കഥയല്ല. ഒരു ജോലി വേണോ അതോ സ്വന്തമായി എന്തെങ്കിലും ചെയ്യണോ എന്ന് ചിന്തിക്കുന്ന ആർക്കും ഇതൊരു വലിയ പ്രചോദനമാകും. ശരി, അപ്പൊ നമുക്ക് തുടക്കത്തിലേക്ക് തന്നെ പോകാം. പഠനം കഴിഞ്ഞു നിൽക്കുന്ന ഏതൊരാളെയും പോലെ കൗശിക്കിന്റെ മുന്നിലും ഒരു വലിയ ചോദ്യമുണ്ടായിരുന്നു. ജോലിയോ ബിസിനസ്സോ? അതെ. നമ്മളിൽ പലരും ആ ഒരു കൺഫ്യൂഷനിലൂടെ കടന്നു പോയിട്ടുണ്ടാവുമല്ലേ? തീർച്ചയായും. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ സാധാരണ പോലെ തന്നെ ഒരു നല്ല ജോലിക്ക് പോകാനാണ് ഉപദേശിച്ചത്. അതിലെ തെറ്റ് പറയാൻ പറ്റില്ല. ഒരു സ്ഥിരം ജോലി നൽകുന്ന ഒരു സുരക്ഷിതത്വമുണ്ടല്ലോ. ഉണ്ട്. പക്ഷേ കൗശിക് ചിന്തിച്ചത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ്. അതെ, അവിടെയാണ് കഥയിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് വരുന്നത്. അദ്ദേഹം ഇതിനെ കണ്ടത് ഒരു നിക്ഷേപമില്ലാത്ത ബിസിനസ്സായിട്ടാണ്. ബിസിനസ് വിതൗട്ട് ഇൻവെസ്റ്റ്മെന്റ്. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നും. നിക്ഷേപമില്ലാതെ എന്ത് ബിസിനസ്? അതൊരു വളരെ പ്രധാനപ്പെട്ട ചിന്തയാണ്. കാരണം പണം മുടക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് പലരും സ്വന്തമായി ഒന്നും തുടങ്ങാൻ മടിക്കുന്നത്. ശരിയാണ്. ഇവിടെ വലിയ സാമ്പത്തിക നിക്ഷേപമില്ല. പക്ഷെ വേറെ ചില നിക്ഷേപങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? നമ്മുടെ സമയം, നമ്മുടെ എനർജി, പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ബന്ധങ്ങൾ. ഇതൊക്കെ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് തന്നെയല്ലേ? തീർച്ചയായും. അപ്പോ ഈയൊരു ചിന്തയിൽ നിന്നാണ് അദ്ദേഹം വെസ്റ്റീജിൽ ചേരാൻ തീരുമാനിക്കുന്നത്. പക്ഷേ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത് അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ വളർച്ചയാണ്. അതിന്റെ വേഗത അല്ലേ? അതെ. വെറും 4 മാസം. 4 മാസമോ? അതെ, വെറും 4 മാസം കൊണ്ട് അദ്ദേഹം ഡയമണ്ട് ഡയറക്ടർ എന്നൊരു പൊസിഷനിലെത്തി. ഒരു മിനിറ്റ്. ഒരു സാധാരണ ജോലിയിലെ പ്രൊബേഷൻ പീരീഡ് തീരുന്ന സമയമേ ആയിട്ടുള്ളൂ ഈ 4 മാസം എന്ന് പറയുന്നത്. അതാണ്. അതെങ്ങനെ ഒരാൾക്ക് ഇത്ര സിമ്പിളായിട്ട് ഇത്ര വേഗത്തിൽ സാധിക്കും? അപ്പോ ഈ ഡയമണ്ട് ഡയറക്ടർ എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു പേരാണോ അതോ അതിനെന്തെങ്കിലും മൂല്യമുണ്ടോ? നല്ല ചോദ്യം. ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ ഓരോ റാങ്കിനും കൃത്യമായ ടാർഗറ്റുകൾ ഉണ്ടാവും. വെറുതെ കിട്ടുന്ന ഒരു ടൈറ്റിൽ അല്ല അത്. ഇത്ര സെയിൽസ്, ടീമിൽ ഇത്ര പേർ എന്നൊക്കെയുള്ള വ്യക്തമായ കണക്കുകളുണ്ട്. അപ്പോ 4 മാസം കൊണ്ട് അവിടെ എത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നേട്ടം തന്നെയാണ്. അപ്പോൾ ഈ ഒരു അവിശ്വസനീയമായ വളർച്ചയുടെ രഹസ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരൊറ്റ വാക്കിലാണ് ഉത്തരം പറയുന്നത്: സിസ്റ്റം. അതെ, സിസ്റ്റം. താനല്ല, താൻ ഭാഗമായ ആ സിസ്റ്റമാണ് ഈ വിജയത്തിന് കാരണമെന്ന്. എന്താണ് ഈ സിസ്റ്റം? സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും ഒരു റെഡിമെയ്ഡ് ബിസിനസ് പാക്കേജാണ്. റെഡിമെയ്ഡ് പാക്കേജോ? അതെ. അതായത് നിങ്ങൾ സ്വന്തമായി ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കേണ്ട, മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടാക്കേണ്ട, ട്രെയിനിങ് മെറ്റീരിയൽസ് ഉണ്ടാക്കേണ്ട. ഇതെല്ലാം കമ്പനി നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ടാവും. വെസ്റ്റീജിന്റെ മാനേജ്മെന്റ്, അവരുടെ ഉൽപ്പന്നങ്ങൾ, അവർ നൽകുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇതെല്ലാം ചേർന്നൊന്നാണ് ആ സിസ്റ്റം. അതായത് സ്വന്തമായിട്ടൊരു വഴി വെട്ടിത്തെളിച്ചു പോകുന്നതിന് പകരം ഓൾറെഡി നല്ലൊരു റോഡുണ്ട്, അതിലൂടെ വണ്ടി ഓടിച്ചു പോയാൽ മതി എന്നാണോ? ഏതാണ്ട് അതെ. അത് ബിസിനസ് തുടങ്ങുന്നതിന്റെ ഒരുപാട് തലവേദനകൾ കുറയ്ക്കും. ഓരോ സ്റ്റെപ്പിലും എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ ആളുകളുണ്ടാവും. ശരിയാണ്. അതുകൊണ്ടാണ് കൗശികിനെ പോലെ ഒരാൾക്ക് അത്ര സിമ്പിളായിട്ട് മുന്നോട്ടു പോകാൻ കഴിഞ്ഞത്. ആ സിസ്റ്റം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. ഈ സിസ്റ്റം ഒരു വിജയ ഫോർമുലയാണെങ്കിൽ എന്തുകൊണ്ട് ഈ രംഗത്തേക്ക് വരുന്ന എല്ലാവരും കൗശിക് ഗോസ്വാമിയെ പോലെ വിജയിക്കുന്നില്ല? ഒരുപാട് പരാജയപ്പെട്ടവരെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. വളരെ നല്ലൊരു ചോദ്യമാണ്. സിസ്റ്റം ഒരു വാഹനം പോലെയാണ്. ലോകത്തിലെ ഏറ്റവും നല്ല കാറ് കയ്യിൽ കിട്ടിയിട്ടും കാര്യമില്ല. അത് നന്നായി ഓടിക്കാൻ നമുക്കും കൂടി കഴിയണം, അല്ലേ? ശരിയാണ്. അവിടെയാണ് നമ്മുടെ വ്യക്തിപരമായ കഴിവുകൾ പ്രസക്തമാകുന്നത്. നമ്മുടെ സംസാരരീതി, ക്ഷമ, ആളുകളോട് ഇടപെടാനുള്ള കഴിവ്, ഇതൊക്കെ പ്രധാനമാണ്. സിസ്റ്റം ഒരു വഴികാട്ടി മാത്രമാണ്. അപ്പോൾ അതിവേഗത്തിലുള്ള വളർച്ച നമ്മൾ കണ്ടു. പക്ഷേ ഒരു വലിയ പ്രതിസന്ധി വന്നപ്പോൾ എന്ത് സംഭവിച്ചുവെന്ന് കൂടി അറിയണം. കോവിഡ് കാലം. അതെ, ലോകം മുഴുവൻ നിശ്ചലമായ ആ ഒരു സമയം. അതൊരു വലിയ പരീക്ഷണ കാലഘട്ടമായിരുന്നു. പല വലിയ കമ്പനികൾ പോലും തകർന്നുപോയി. ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു. ആ ഒരു സാഹചര്യത്തിൽ ഈ ബിസിനസ് മോഡലിന് എന്ത് സംഭവിച്ചു? കൗശിക്കിന്റെ വാക്കുകൾ അനുസരിച്ച് ആ പ്രതിസന്ധി ഘട്ടത്തിലും വെസ്റ്റീജ് ഒരു സുരക്ഷിതമായ പ്ലാറ്റ്ഫോമായി നിലകൊണ്ടു എന്നാണ്. അതെ, ലോകം മുഴുവൻ ജോബ്ലെസ് ആയിക്കൊണ്ടിരുന്നപ്പോൾ അവർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകാൻ ഈ പ്ലാറ്റ്ഫോമിന് കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതെങ്ങനെ സാധിച്ചു? അതാണ് എനിക്കും അറിയേണ്ടത്. ഇവിടെയാണ് ഈ ബിസിനസ് മോഡലിന്റെ ഒരു പ്രത്യേകത.
വലിയ ഓഫീസുകൾ, ആയിരക്കണക്കിന് സ്റ്റാഫ്, വലിയ വാടക, അങ്ങനെയുള്ള വലിയ ബാധ്യതകൾ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്ക് കുറവായിരിക്കും. അതുകൊണ്ട് കോവിഡ് പോലൊരു പ്രതിസന്ധിയിൽ പെട്ടെന്ന് തകർന്നു പോകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ലോക്ക്ഡൌൺ സമയത്ത് ആളുകളെ നേരിട്ട് കാണാൻ പറ്റില്ലല്ലോ. അവിടെയാണ് ടെക്നോളജി സഹായിച്ചത്. ഫിസിക്കൽ മീറ്റിംഗുകളിൽ നിന്ന് എല്ലാവരും ഓൺലൈൻ മീറ്റിംഗുകളിലേക്കും സൂം കോളുകളിലേക്കും മാറി. വളരെ പെട്ടെന്നായിരുന്നു ആ മാറ്റം. ആ മാറ്റവുമായി പൊരുത്തപ്പെടാൻ കമ്പനിക്ക് കഴിഞ്ഞു. തീർച്ചയായും. ഒരു കമ്പനി, പ്രത്യേകിച്ചും ഈയൊരു ഇൻഡസ്ട്രിയിൽ 20 വർഷം വിജയകരമായി മുന്നോട്ടുപോയി എന്നത് അതിന്റെ വിശ്വാസ്യതയുടെ ഏറ്റവും വലിയ തെളിവാണ്. അതെ, ഒരു പുതിയ കമ്പനിയാണെങ്കിൽ ഒരു പക്ഷേ ആ പ്രതിസന്ധിയെ അതിജീവിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ദീർഘകാലത്തെ അനുഭവപരിചയം അവർക്ക് കരുത്തായി. അപ്പൊ ആ പ്രതിസന്ധികാലവും കടന്നു. കൗശിക് ഗോസ്വാമിയുടെ പോഴത്തെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ആ മാറ്റത്തിന്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാകും. എന്താണ് അദ്ദേഹം പറയുന്നത്? തന്റെ ജീവിതം ഇപ്പോൾ അൺബിലീവബിൾ ആണെന്നും ഒരു സർപ്രൈസ് പോലെ തോന്നുന്നുവെന്നും ആ വാക്കുകളിൽ തന്നെ എല്ലാമുണ്ട്. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് സംശയിച്ചു നിന്നൊരാൾ അതെ, ഇന്ന് തന്റെ ജീവിതം ഒരു സർപ്രൈസ് ആണെന്ന് പറയുമ്പോൾ അത് പണം കൊണ്ട് മാത്രം വരുന്നൊരു സന്തോഷമല്ല. അല്ല, അത് നൽകുന്ന ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ട്. ഇഷ്ടമുള്ളപ്പോൾ യാത്ര ചെയ്യാനുള്ള അവസരം, മറ്റുള്ളവർക്ക് ഒരു അവസരം നൽകാൻ കഴിയുന്നു എന്ന സംതൃപ്തി, എല്ലാം ചേർന്നൊരു പാക്കേജ്. അതെ. എല്ലാം തുടങ്ങിയത് ആ ഒരൊറ്റ ആശയത്തിൽ നിന്നാണ്: നിക്ഷേപം ഇല്ലാത്തൊരു ബിസിനസ്. ശരിയായ ഒരു അവസരം ശരിയായ സമയത്ത് തിരിച്ചറിഞ്ഞാൽ ജീവിതം എങ്ങനെ മാറി മറിയുമെന്നതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണിത്. അതെ, പക്ഷേ ഈ കഥ കേൾക്കുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം. ഇത് കൗശിക്കിന്റെ കഥയാണ്. ഇതിന് പിന്നിലെ ഘടകങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ശരിയായ ഒരു കമ്പനി, തെളിയിക്കപ്പെട്ട ഒരു സിസ്റ്റം, പിന്നെ അത് ഉപയോഗപ്പെടുത്താനുള്ള നമ്മുടെ കഴിവ്. ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് വന്നതുകൊണ്ടാണ് ആ വിജയം അത്ര സിമ്പിളായത്. അപ്പോ ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ പ്രധാന കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കാം. ശരി. ഒന്ന്, ഡയറക്റ്റ് സെല്ലിംഗ് പോലുള്ള മോഡലുകൾക്ക് വലിയ സാമ്പത്തിക മുതൽമുടക്ക് ആവശ്യമില്ല. പക്ഷേ നമ്മുടെ സമയവും ബന്ധങ്ങളും വലിയൊരു നിക്ഷേപമാണ്. 2, ഒരു നല്ല സിസ്റ്റത്തിന് നമ്മുടെ വളർച്ചയെ ഒരുപാട് വേഗത്തിലാക്കാൻ കഴിയും. അതെ, പക്ഷേ ആ സിസ്റ്റം ഉപയോഗിക്കാൻ നമ്മളും തയ്യാറാകണം. വെറും 4 മാസം കൊണ്ടുള്ള ആ നേട്ടം ഒരു എക്സ്ട്രാ ഓർഡിനറി നേട്ടമാണ്. 3, ഒരു കമ്പനി തെരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ പ്രവർത്തന പാരമ്പര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 20 വർഷം പൂർത്തിയാക്കിയ ഒരു കമ്പനി നൽകുന്ന വിശ്വാസ്യത ചെറുതല്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അത് തുണയാകും. ഇത് കേൾക്കുന്ന നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. പക്ഷേ ഇറങ്ങുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ സ്വയം ചോദിക്കണം. എന്തൊക്കെയാണത്? ഇതൊരു ബിസിനസ് പ്ലാൻ അവതരിപ്പിക്കുന്നതിനേക്കാൾ ഒരു നല്ല ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നം വിൽക്കുകയാണ് ചെയ്യുന്നത്. പ്രതീക്ഷയും പിന്നെ ലളിതമായ വഴികളിലൂടെ ആർക്കും വിജയിക്കാം എന്ന ആത്മവിശ്വാസവുമാണ് ഇതിന്റെ യഥാർത്ഥ ഉൽപ്പന്നം എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ ഘടകവും വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുത്തതാണ്, ഒരു പ്രത്യേക ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട്. അതുകൊണ്ടാണ് ഇത്തരം വിവരണങ്ങൾ ആളുകളെ ഇത്രയധികം സ്വാധീനിക്കുന്നത്. ഇത് കേൾക്കുന്ന ഒരാൾക്ക് തന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാണ് വെസ്റ്റീജ് എന്നൊരു തോന്നലുണ്ടാക്കാൻ ഈ ഘടകങ്ങൾക്കെല്ലാം ഒരുമിച്ച് സാധിക്കുന്നു. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പങ്കുവെക്കട്ടെ. ഒരു ബിസിനസ് അവസരത്തെ എത്ര മനോഹരമായി ഒരു ജീവിത ലക്ഷ്യമാക്കി മാറ്റാമെന്ന് നമ്മളിന്ന് കണ്ടു. ഇനി നിങ്ങൾ ഏതൊരു അവസരത്തെ വിലയിരുത്തുമ്പോഴും, അത് ജോലിയാകട്ടെ, ബിസിനസ് ആകട്ടെ, മറ്റെന്തുമാകട്ടെ, സ്വയം ഒന്ന് ചോദിച്ചു നോക്കുന്നത് നന്നായിരിക്കും. എന്നെ ആകർഷിക്കുന്നത് അതിലെ പ്രായോഗികമായ പദ്ധതികളാണോ, അതോ അതിനെ പൊതിഞ്ഞു നിൽക്കുന്ന ആ മനോഹരമായ കഥയാണോ? ചിലപ്പോൾ രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതായിരിക്കാം, അല്ലേ? ഈ ചോദ്യത്തോടെ ഇന്നത്തെ ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം.